doors of heaven are open. The power of the Almighty is descended. സ്വർഗ കവാടം തുറക്കുന്നു. ആത്മാവിൻ ശക്തി ഇറങ്ങുന്നു. സ്വർഗ കവാടം തുറക്കുന്നു. ആത്മാവിൻ ശക്തി ഇറങ്ങുന്നു. The power of the Almighty is descending upon you. Descending upon you. Descending upon everyone here. Be filled. Be filled. Be filled. അത്യുന്നതന്റെ ശക്തി ഇവിടെ ഇറങ്ങുന്നു. അപ്പോൾ എല്ലാവരുടെയും മേൽ അത്യുന്നതന്റെ ശക്തി, the power of the Almighty will overshadow you. Angel said to Mother Mary, the Holy Spirit will come upon you. The power of the Almighty will overshadow you. May that word become flesh here. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരട്ടെ, നിന്റെ മേൽ ആവസിക്കട്ടെ. ദൈവം സ്നേഹമാണെന്ന് നമ്മൾ കേട്ടു. ആ ദൈവം നമ്മൾ പറയും ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച ദൈവമാണ്. ആ ദൈവവും നീയുമായുള്ള ബന്ധം എന്താണ്? നിനക്ക് ആരാണ് ദൈവം? ദൈവം നമ്മുടെ പിതാവാണ്. നമ്മളിപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് പറഞ്ഞാൽ someone far away from them because they were frightened of God. യഹൂദന്മാർക്ക് ദൈവം, യഹോവയ ദൈവം ഭയകാരണമാണ്. കാരണം അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി നോക്കുമ്പോൾ എല്ലാം നമ്മൾ കാണുന്നത് ശിക്ഷിക്കുന്നൊരു ദൈവത്തെയാണ്. മോശ വഴി കടന്നു പോയപ്പോൾ ഒത്തിരിയേറെ യഹൂദന്മാർ ശിക്ഷിക്കപ്പെട്ടു. മരുഭൂമിയിലെല്ലാം പാമ്പ് കടിച്ചും ദുരിതങ്ങൾ രോഗങ്ങളുണ്ടായും ഭൂമി വിഴുങ്ങിയും എല്ലാം ഒത്തിരി ജനങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. ഒത്തിരിയേറെ ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട് വഴിയിൽ. പിന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ പാരമ്പര്യപ്രകാരം വരുമ്പോൾ ദൈവത്തെ അവർക്ക് ഭയമായിരുന്നു. എന്നാൽ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ് ദൈവത്തെ എങ്ങനെ വിളിക്കാനാണ് പഠിപ്പിച്ചത്? പിതാവേ, ആബാ ഫാദർ. പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. നോക്കണം, നമ്മൾ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ദൈവം നമുക്ക് സമീപസ്ഥനാണോ വിദൂരസ്ഥനാണോ? He becomes very near to us. When we say Abba Father, He is very, very near to us. The one who was far away from us. അനേകം പേർക്ക് വിദൂരത്തിലായിരിക്കുന്ന ഒരു ദൈവം നമുക്ക് സമീപസ്ഥനായിട്ട് മാറി. ഒരൊറ്റ വാക്കിലൂടെ ഈശോ പറഞ്ഞു ദൈവം നമ്മുടെ പിതാവാണ്. ഈശോയാണ് നമുക്ക് പിതാവിനെ പരിചയപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ പിതാവിനെ നമ്മുടെ സ്വന്തം അപ്പനായി, സ്വന്തം പിതാവായിട്ട് നമ്മൾ സ്വീകരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് പരിശുദ്ധ മാതാവ് നമ്മുടെ അമ്മയാണ്, ഈശോയുടെ അമ്മ നമ്മുടെ അമ്മയാണ് കേൾക്കാറുണ്ട്. നിങ്ങൾക്ക് വലിയ താല്പര്യമാണ് ഈശോയുടെ അമ്മയെ സ്വന്തം അമ്മയായിട്ട് സ്വീകരിക്കാൻ, പറയാനായിട്ട്. നിങ്ങൾ പറയാറില്ലേ ഈശോയുടെ അമ്മ എൻ്റെ അമ്മയാണെന്ന്? പറയാറില്ലേ? യേശുവിൻ്റെ അമ്മ
എത്ര പേര് പറയും യേശുവിൻ്റെ അമ്മ എൻ്റെ അല്ല നിൻ്റെ അമ്മ? എത്ര പേര് പറയും? കേട്ടോ, അതൊത്തിരി പേര് പറയുന്നവരുണ്ട്. മാതാവിൻ്റെ പിതാവാണ് യേശുവിൻ്റെ പിതാവ്. ഈശോ പറഞ്ഞു, ആ പിതാവ്, ആ ദൈവം പിതാവാണ് നിനക്ക്. ആ ദൈവം സ്നേഹമാണ്, ശിക്ഷിക്കുന്നൊരു ദൈവമല്ല. ആ ഒരു തലമുറയെ ദൈവം പരിശീലിപ്പിച്ചു, ദൈവത്തെ അനുസരിക്കാനും ദൈവത്തിൻ്റെ വഴിയെ പോകാനുമുള്ള ആവശ്യകത ദൈവം പഠിപ്പിച്ചു കൊടുത്തു. പൗലോസ് പറയുന്ന ഒരു വചനമുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം നമുക്കൊരു പാഠമാകണം. To teach us the lessons. God allowed all those things in the past. While the Israelites were in the wilderness, God punished them. പക്ഷെ ഇപ്പോൾ ദൈവം അങ്ങനെ ശിക്ഷിക്കുന്നില്ല. ഇതെല്ലാം നമുക്കൊരു പാഠമാണ്. അന്ന് സംഭവിച്ചല്ല, നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ദൈവത്തിൻ്റെ വഴിയെ പോയാൽ നമുക്ക് എന്തുമാത്രം പ്രൊട്ടക്ഷൻ. If you love him and if you keep his word, the promises that he gave, that you will be protected, you will be blessed if you obey my word. അത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ കാലത്തിൽ ദൈവം അനേകം ഇങ്ങനെയുള്ള കാര്യങ്ങളോട് കൊണ്ടുപോയി. പക്ഷെ ഇപ്പോൾ ആ ദൈവത്തെ ക്രിസ്തു നമുക്ക് സമീപസ്ഥനാക്കി മാറ്റി തന്നു. ഹല്ലേലൂയ. പിതാവിൻ്റെ ഏകപുത്രൻ നമുക്ക് അവിടുത്തെ സമീപസ്ഥനാക്കി മാറ്റി തന്നു. മാത്രമല്ല നമുക്ക് ദൈവം പിതാവാക്കി മാറ്റി തന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പിതാവായിട്ട് അംഗീകരിക്കണം. നമ്മുടെ അപ്പനേക്കാൾ, ഭൂമിയിലെ അപ്പനേക്കാൾ എല്ലാം എത്രയോ അധികമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരുവൻ നമ്മുടെ ദൈവം. നമ്മളവിടുത്തെ നമ്മൾ അംഗീകരിക്കണം, എൻ്റെ പിതാവാണ് ഈശോയുടെ പിതാവ്. കാരണം യേശുവിൻ്റെ സമ്മാനമാണത്. ഈശോക്ക് പറഞ്ഞിരിക്കുകയാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തുമാത്രം സ്നേഹമുണ്ടെങ്കിലും അത് മാനുഷികമായ സ്നേഹം. ഇപ്പം ചിലർ പറയും, എനിക്ക് അപ്പൻ്റെ സ്നേഹം ഒത്തിരി കിട്ടി, അമ്മയുടെ സ്നേഹം ഒത്തിരി കിട്ടി, എനിക്കൊരു കുറവുമില്ല. പക്ഷെ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ദൈവസ്നേഹം അനുഭവിക്കില്ല. കുറേ കഴിയുമ്പോഴേക്കും അവർക്ക് ആ ദൈവസ്നേഹത്തിൻ്റെ ദാരിദ്ര്യം അവർക്ക് ഒത്തിരിയേറെ തകർച്ചകളുണ്ടാക്കും. നമുക്ക് ലഭിക്കേണ്ടത് അപ്പൻ്റെ സ്നേഹത്തെക്കാളും അമ്മയുടെ സ്നേഹത്തേക്കാളും അധികമായി ലഭിക്കേണ്ട സ്നേഹമാണ് ദൈവസ്നേഹം. ഹല്ലേലൂയ. ഗോഡ്സ് ലവ്. അതാണ് നമ്മുടെ അസറ്റ്, നമ്മുടെ ട്രഷർ. നമുക്ക് അതുകൊണ്ട് അതിനുവേണ്ടി ആഗ്രഹിക്കണം, ദൈവം എനിക്ക് വേണം, എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് അനുഭവിക്കണം. ഐ ഹാവ് ടു എക്സ്പീരിയൻസ് ദ ലവ് ഓഫ് മൈ ഫാദർ ഇൻ ഹെവൻ. ദാറ്റ് ഈസ് എ ട്രൂ ആൻഡ് പെർഫെക്റ്റ് ലവ്. നമ്മൾ കേട്ടത് ബുക്ക് ഓഫ് 1 John 4:18, ദർ ഈസ് നോ ഫിയർ ഇൻ പെർഫെക്റ്റ് ലവ്. ആമേൻ. ഹല്ലേലൂയ. പൂർണ്ണമായ സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. ഹല്ലേലൂയ. അപ്പോൾ ആ പൂർണ്ണതമായ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹമാണ്. നമ്മൾ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ചോദിക്കണം. അവിടെ സ്നേഹമാണ് നമുക്കറിയാം, സ്നേഹത്തിൻ്റെ സമ്പൂർണ്ണത അറിയാം, ചോദിച്ചാൽ കിട്ടുമെന്ന് നമുക്കറിയാം. നമ്മൾ ചോദിക്കണം, ദൈവം എനിക്ക് ആ സ്നേഹം വേണം. റോമാലേഖനം 5:5, റോമ 5:5. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. The love of God has been poured into our heart through the Holy Spirit, just been given to us. നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെട്ടതാണ്. ഞാൻ നിങ്ങളോട് പറയും, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ ഭയങ്കര ഭീരുവായിരുന്നു. എനിക്കൊരു ധൈര്യമുണ്ട്, ഒന്നിനും ധൈര്യമില്ല, ആരെയും ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല, സംസാരിക്കാനുള്ള ധൈര്യമില്ല. കാര്യം ഞാൻ പഠിച്ചത് പുറത്തൊക്കെ പോയി പഠിച്ചെങ്കിൽ പോലും എന്നിൽ ആ ഭയം അങ്ങനെ അടിസ്ഥാനത്തിൽ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഈശോയെ കണ്ടുമുട്ടിയതിന് ശേഷം എൻ്റെ ശുശ്രൂഷ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ സാത്താനുമായുള്ള ഒരു പോരാട്ടത്തിൽ എൻ്റെ ഭയത്തെ സാത്താൻ ആക്രമിച്ചു. എൻ്റെ ഒരു അശുദ്ധാത്മാവിനെ ബഹിഷ്കരിച്ച സമയത്ത് അതിഭയങ്കരമായവണ്ണം ഞാൻ ആക്രമിക്കപ്പെട്ടു. എൻ്റെ ഭയം എന്നെ ഭയങ്കരമായിട്ട് പിടികൂടി. പക്ഷെ ആ ഭയം ഒന്നും കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നിന്നോ കർത്താവിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുന്നതിൽ നിന്നോ എന്നെ തടഞ്ഞില്ല. ഈ ഭയം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നിയർലി 10 years the fear was with me. പക്ഷെ എൻ്റെ വിളിയിൽ, എൻ്റെ ഫീൽഡിൽ sometimes every day I have to cast out the evil spirits from someone. ഞാനായിരുന്ന ദേശത്ത് ആരെങ്കിലും വരും, അശുദ്ധാത്മാവ് ബാധിച്ചവർ ഒന്ന് പ്രാർത്ഥിക്കാൻ വരുന്നതായിരിക്കും, പ്രാർത്ഥിക്കുമ്പോൾ അശുദ്ധാത്മാവുകളും പിന്നെ അതിനെ പുറത്താക്കുന്ന ഒരു ശുശ്രൂഷ, അതിങ്ങനെ മിക്കവാറും ദിവസങ്ങൾ ഉണ്ടാകുമായിരുന്നു. പക്ഷെ ആ സമയത്തും ഈ ഭയം എൻ്റെ ഉള്ളിലുണ്ട്. ഈ ഭയം നിൽക്കുമ്പോൾ പോലും കർത്താവിനെ ശക്തിപ്പെടുത്തി എനിക്ക് നൽകപ്പെട്ട അഭിഷേകത്തിൻ്റെ ശക്തി കൊണ്ട്
ആ ഭയം എന്നെ കീഴ്പ്പെടുത്താതെ ഈ അശുദ്ധാത്മാക്കളെ പുറത്താക്കാൻ സഹായിച്ചുകൊണ്ടിരുന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, ദൈവമേ, ഇത് എന്തുകൊണ്ട് ഇത് വിട്ടു പോകുന്നില്ല? So the Lord told me it will take some time. It took 10 years for me in my life to come out of this bondage of fear. പക്ഷെ ഒത്തിരിയേറെ ഞാൻ പ്രാർത്ഥിച്ചത് പറഞ്ഞു, നിന്റെ യുവർ സാങ്ക്ടിഫിക്കേഷൻ, നീ വിശുദ്ധീകരിക്കപ്പെടുക. നിന്റെ വിശുദ്ധീകരണത്തിലൂടെയാണ് നിന്റെ ഭയം വിട്ടു പോകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഓരോരോ ഉള്ളിൽ കിടക്കുന്നതായ പഴയകാല മുറിവുകളോ പാപങ്ങളോ ഒക്കെ ഇങ്ങനെ കണ്ടെത്തുന്ന സമയത്ത് അതിനെല്ലാം ഓർത്തിരുന്ന് പശ്ചാത്തപിച്ച് പ്രാർത്ഥിച്ച് അതിനെ പറിച്ചു കളയുമായിരുന്നു. അതൊരു ഇറ്റ് വാസ് എ കണ്ടിന്യൂസ് പ്രോസസ്, മൈ സാങ്ക്ടിഫിക്കേഷൻ. എനിക്ക് അതുകൊണ്ട് തന്നെയാണ് വാസ്തവത്തിൽ ഞാൻ പറയും, കാരണം കർത്താവ് ഒരു കാര്യമാണ് ചെയ്തത്. ഇന്ന് ഞാൻ നിൽക്കേണ്ട അവസ്ഥ, ഇപ്പോൾ ഞാൻ നിൽക്കേണ്ട അഭിഷേകത്തിൻ്റെ അവസ്ഥയിൽ അവിടെ ഭയത്തിന് യാതൊരു സ്ഥാനവും ഉണ്ടാകാൻ പാടില്ല. ഹല്ലേലൂയ. അപ്പോൾ ബേസിക്കലി ദൈവം അതുകൊണ്ട് തന്നെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഭയം എന്നിൽ പുറത്തു വരാൻ അനുവദിച്ചുകൊണ്ട് അതിനെ ഓരോന്നായിട്ട് തകർത്ത് പറിച്ച് കളയാണ് ചെയ്തത്. കാരണം അന്ന് എനിക്കറിയില്ല ഞാൻ നിൽക്കാൻ പോകുന്ന വിളി എന്താണ്, ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എന്താണ്, എൻ്റെ പോരാട്ടം എന്താണ്, സാത്താനെതിരെയുള്ള യുദ്ധത്തിൻ്റെ തീവ്രത എത്ര ശക്തമായിരിക്കും, ഒന്നും അറിയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് എൻ്റെ ഭയം പിടികൂടുന്നത്. അപ്പം അതെൻ്റെ എനിക്ക് കിടന്നിരുന്ന ഭയം ദൈവം അനുവദിക്കുകയാണ്. ഞാനൊരു ഒരു സ്ത്രീയിൽ നിന്നാണ് ഒരു 18 അശുദ്ധാത്മാക്കൾ പുറത്തൊരു സംഭവം ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ആ സംഭവത്തിന് ശേഷം ഞാൻ ഭയങ്കരമായിട്ട് ഭയന്നു പോയിരുന്നു. അപ്പം ഞാൻ അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ, അന്നാണ് സുരുനെല്ലി പള്ളിയിൽ അടുത്ത കോമൺ ശുശ്രൂഷയാണത്, പബ്ലിക് ശുശ്രൂഷയുള്ള ദിവസമാണ്. എല്ലാ ദിവസവും പള്ളിയിൽ അന്ന് ഞാൻ വൈകുന്നേരം പ്രാർത്ഥന ഉണ്ടായിരുന്നെങ്കിലും വെള്ളിയാഴ്ചകളാണത് മെയിൻ പ്രാർത്ഥന നടത്തിയിരുന്നത്. അപ്പോൾ ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ, വെള്ളിയാഴ്ച പള്ളിയിൽ ചെല്ലുമ്പോൾ പള്ളി നിറച്ച ആൾക്കാരുണ്ട്. തലേ വെള്ളിയാഴ്ച അവിടെ ഒരു സ്ത്രീയിൽ നിന്നും 18 അശുദ്ധാത്മാക്കളെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ ആ നാട് ഇളകിയിരുന്നു. സകല മനുഷ്യരും സംഭവം അറിഞ്ഞു. അവരാദ്യമായിട്ട് കേൾക്കുകയാണ് അങ്ങനെ ഒരു കാര്യം. അവളിൽ നിന്നും, ആ സ്ത്രീയിൽ നിന്നും 18 അശുദ്ധാത്മാക്കൾ പുറത്തുപോയി എന്നും അത് ആ നാടിനെ പിടിച്ചു കുലുക്കി, അക്ഷരാർത്ഥത്തിൽ പിടിച്ചു കുലുക്കി. അനേകം യുവാക്കന്മാരൊക്കെ മാനസാന്തരപ്പെട്ട് അവരങ്ങനെ ധ്യാനങ്ങളിൽ കൂടാൻ വേണ്ടി കടന്നു വരാൻ ഇടവന്നു. സോ ദ നെക്സ്റ്റ് ഫ്രൈഡേ when I went to the church, I saw the church was full. നിറച്ച ആൾക്കാരാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഇത്രയും ആൾക്കാർ പള്ളി വരുമോ? ഞാൻ ആരെയും ശ്രദ്ധിച്ചില്ല. ഞാൻ നേരെ ഫ്രണ്ടിൽ പോയി. ഇവിടെ ഓൾട്ടർ, അവിടെ the priest was not there because only Sunday mass, it was station church, Sunday mass മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ വന്നു, മൈക്ക് എടുത്തു, ഞാൻ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തു. പ്രാർത്ഥന ആരംഭിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പുറകിൽ കേട്ടത് ഭയങ്കര അലർച്ചയാണ്, ഭയങ്കരമായ അലർച്ചയും നിലവിളിയും. ഞാൻ അങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ കണ്ടത് സെൻട്രലിലെ കയറ്റുമായി കൂടി ഇങ്ങനെ ഒരു 10-15 ആളുകൾ കിടന്ന് ഉരുളുകയാണ്. സ്ത്രീകളും പുരുഷന്മാരും കിടന്ന് ഉരുണ്ട് അലറി വിളിച്ച് കൈ കാലോട്ട് അടിച്ച് ഒരു ഭീകരമായ അവസ്ഥയും കാണുകയാണ്. അത് കണ്ടത് ഞാൻ ശരിക്കും ഭയന്ന് ഞടുങ്ങിപ്പോയി. ദൈവമേ, കഴിഞ്ഞ ആഴ്ച ഒന്ന് കഴിഞ്ഞുള്ളൂ, ഇതാ ഇപ്പോൾ 10-15 ഒന്നിച്ച് കിടന്നുകൊണ്ട് ബലമുണ്ടാക്കിയപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റിയില്ലത്. ഞാൻ നേരെ ഞാൻ കർത്താവിൻ്റെ ഒരു കുരിശുണ്ട്, ഓൾറെഡി കുരിശുണ്ട്, ഞാൻ കുരിശിലേക്ക് നോക്കി. ഞാൻ പറയും, എൻ്റെ പൊന്ന് കർത്താവേ, എനിക്ക് പറ്റത്തില്ല അവരെ നോക്കാനായിട്ട്, എനിക്ക് സാധിക്കത്തില്ല, എനിക്ക് ഭയം എന്നെ പിടികൂടുന്നു. അവിടെ നീ തന്നെ ഇടപെട്ട് അവരെ വിടുവിച്ചാലും. ഞാൻ അങ്ങോട്ട് നോക്കിയ പോലുമില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ എൻ്റെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും 1 by 1 ഓരോരുത്തരായിട്ട് ശാന്തമായിട്ട് അവർ എഴുന്നേറ്റ് പോയി. പക്ഷെ അവർക്ക് കർത്താവ് ഡെലിവറൻസ് കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കിടക്കുന്ന ഭയം അത് ഇറ്റ് ഈസ് ഫ്രം ദ ഈവിൾ, അത് തിന്മയാണത്. അതിനെ നമ്മൾ പുറത്താക്കണം, നമ്മളതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ അതിനുശേഷം എത്രയോ സന്ദർഭങ്ങൾ ഈ ശുശ്രൂഷകൾ നടത്തിയിട്ടുണ്ട്, കാസ്റ്റിംഗ് ഔട്ട് ദ ഈവിൾ സ്പിരിറ്റ്സ് ഫ്രം മെനി. പക്ഷെ അവിടെയൊന്നും ഞാൻ പൂർണ്ണമായും ഫ്രീ ആയിരുന്നില്ല. ബട്ട് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് വാസ് വിത്ത് മീ. അതുകൊണ്ട് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ കുറേ കാലം കഴിഞ്ഞപ്പോഴേ കർത്താവ് എന്നെ ശുദ്ധീകരിച്ചു, എനിക്ക് സൗഖ്യം തന്നു, ശക്തി തന്നു. ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം ഇതാണ്. നമുക്ക് സൗഖ്യം നൽകുന്ന വചനം 1 John 4:18, there is no fear in perfect love. There is no fear in perfect love. The perfect love casts out fear. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. ഞാനത് അവകാശപ്പെട്ട് ഞാൻ പ്രാർത്ഥിച്ച, കർത്താവേ, അല്ലെ ഭയത്തെ ബഹിഷ്കരിക്കുവാൻ അവിടുത്തെ ശക്തി എന്നെ അയക്കണമേ. കർത്താവ് അഭിഷേകം അയച്ച്, ശക്തി അയച്ച് അതിനെ ബഹിഷ്കരിച്ചു. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ആവശ്യമാണ്, നമുക്ക് ഏറ്റവും ആവശ്യമാണ് സ്നേഹമാണ് നമുക്ക് വേണ്ടത്. ദൈവത്തിൻ്റെ സ്നേഹം. നമ്മുടെ പിതാവാണ് അവിടുന്ന്, നമ്മൾ സ്നേഹിക്കുന്ന ദൈവമാണ് അവിടുന്ന്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ
54 അധ്യായം, ബുക്ക് ഓഫ് ഐസിയ 54:10. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. ഹല്ലേലൂയ. മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ നേരെ, അതായത് ഈ പ്രപഞ്ചത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. എന്തെല്ലാം സംഭവിച്ചാലും ശരി, നിന്റെ ചുറ്റുപാടും എന്തെല്ലാം സംഭവിച്ചാലും, സൂര്യൻ ഇരുണ്ടു പോയേക്കാം, എന്തെല്ലാം സംഭവിച്ചാലും ശരി, എനിക്ക് നിന്നുള്ള സ്നേഹം അചഞ്ചലമായ സ്നേഹമാണ്, അതിന് മാറ്റം വരികയില്ല. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നിന്നെ ആരൊക്കെ ഉപേക്ഷിച്ചാലും ശരി, ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ശരി, എനിക്ക് നിന്നുള്ള സ്നേഹത്തിന് ഒരിക്കലും മാറ്റം വരികയില്ല. അത് അചഞ്ചലമായ സ്നേഹമാണ്. നീ എത്ര വലിയ പാപത്തിലായിരുന്നാലും ശരി, നീ എത്ര വലിയ പാപം ചെയ്താലും ശരി, നിന്നുള്ള എൻ്റെ സ്നേഹത്തിന് ഒരു മാറ്റവും സംഭവിക്കത്തില്ല. സ്റ്റിൽ ഐ ലവ് യു. Even though you are living in sin, I love you. That is what the Lord says that. ഞാൻ ഒരിക്കലും മറക്കാത്തൊരു സംഭവമുണ്ട്. കേരളത്തിലൊരു സ്ഥലത്ത് 1996 കാലഘട്ടത്തിലാണ് ഒരു വലിയ ധ്യാനം നടക്കുകയാണ്. 10,000 പേര് ധ്യാനത്തിലുണ്ട്. ആ ധ്യാനത്തിൻ്റെ അധീന ആൾക്കാർ അവിടെ രാവിലെ വരും, വൈകുന്നേരം വരും, പിന്നെ തിരിച്ച് വീട്ടിൽ പോകും. ധ്യാനത്തിൻ്റെ ഇടയ്ക്കാണ് ഒരു സ്ത്രീയുമായിട്ട് 1-2 മറ്റ് അവിടുത്തെ സംഘാടകരായ സ്ത്രീകൾ വന്നിട്ട് പറഞ്ഞു, ബ്രദറെ, അങ്ങനെ കാണാൻ വേണ്ടി ഒരു സ്ത്രീ ഇവിടെ നിൽപ്പുണ്ട്, സംസാരിക്കണം അവരുമായിട്ട്. ഇവർ പതിയെ എന്നോട് പറഞ്ഞു, അവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്, അവളൊരു വേശ്യയാണ്, ബ്രദറിന് സംസാരിക്കാൻ പറ്റൂ? ഞാൻ പറഞ്ഞു, അവൾ കർത്താവിൻ്റെ മകളാണ്, എനിക്കവളെ കാണണം. ഒരു മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. വാസ്തവത്തിൽ ഈ സ്ത്രീ അവിടെ വന്നിരുന്ന് തൻ്റെ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ആ മകൾ പറയുകയാണ്, താൻ ഇത്രയും വർഷങ്ങൾ ജീവിച്ചത് കൊടിയ പാപത്തിലാണ്. സാഹചര്യമാണ് എന്നെ പാപിനിയാക്കി മാറ്റിയത്. അവളുടെ ഭർത്താവ് ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. ലോറിയിൽ തടി കയറ്റുന്ന പണിയായിരുന്നു അയാൾക്ക്. ആ പണിക്കിടയ്ക്ക് തടി വന്ന് അയാളുടെ ദേഹത്ത് വീണ്, അയാൾ താഴെ വീണ്, അയാളുടെ നട്ടല് തകർന്ന് തളർന്നുപോയി, കിടപ്പിലായി. പിന്നെ കുടുംബം പോറ്റേണ്ട ഉത്തരവാദിത്വം ഈ സ്ത്രീക്കായിട്ട് മാറി. 2 കുട്ടികളുണ്ട്, ഭർത്താവിൻ്റെ അമ്മയുണ്ട് വീട്ടിൽ. ഇവർക്കെല്ലാം ആഹാരം വേണം. ഭർത്താവ് കിടപ്പിലായി, ചികിത്സിക്കാൻ പണം ഉണ്ടായിരുന്നില്ല, കടം മേടിച്ച് ചികിത്സിച്ചു. ഒടുവിൽ വീട്ടിൽ ദാരിദ്ര്യമായി, ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല, ഒന്നുകിൽ ആത്മഹത്യ ചെയ്യണം. ഈ സ്ത്രീ നമ്മൾ പറയുകയാണ്, ഞാൻ എൻ്റെ നാട്ടിലുണ്ടായിരുന്ന ഒരു സമ്പന്നൻ്റെ വീട്ടിൽ ചെന്നു. ഞാൻ ചെന്ന് പറഞ്ഞു, എന്നെ സഹായിക്കണം, ദാരിദ്ര്യമാണ്, പണം വേണം. പള്ളിച്ചെന്ന് എത്ര രൂപ വേണം? ഇത് പറഞ്ഞു, എനിക്കൊരു 5000 രൂപയും കിട്ടണം. ഈ മനുഷ്യൻ 5000 എടുത്ത് കൊടുത്തു. പക്ഷെ അയാൾ വിലയിട്ടു, അതവളുടെ ശരീരത്തിനായിരുന്നു. അയാൾ പറഞ്ഞു, ഞാൻ ഈ പണം തരാം, പക്ഷെ നീ എന്നോട് ശയിക്കണം, പാപം ചെയ്യണം. ഇവിടെ മുമ്പിൽ ഒന്നുകിൽ ജീവിക്കണം, ഇല്ല മരിക്കണം എന്ന അവസ്ഥയായിരുന്നു. രോഗിയായ തൻ്റെ ഭർത്താവ് വിഷം കൊടുത്ത് കൊല്ലാൻ വയ്യാത്ത സാഹചര്യം, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഇവൾ പറയുകയാണ്, ഞാൻ അന്ന് ആദ്യമായിട്ട് പാപം ചെയ്തു. പിന്നെ പണം ആവശ്യമില്ല, ഞാൻ അവിടെ ചെല്ലും, അയാളെ സഹായിച്ചു. അങ്ങനെ കുറേ കാലങ്ങൾ കടന്നു. പിന്നെ അയാളെന്നെ ഉപേക്ഷിച്ചു. ഞാൻ നാട്ടിലേക്ക് ഇറങ്ങി. അനേകം ആൾക്കാരെ ഞാൻ പാപത്തിൽ വീഴിച്ചു. ഞാനിപ്പോൾ അറിയപ്പെടുന്ന ഒരു വേശ്യയാണ് എൻ്റെ നാട്ടിൽ. പക്ഷെ അവൾ പറയുകയാണ്, ഇന്നിവിടെ സ്തുതി ആരാധന നടന്ന ഈ സമയത്ത് ഞാനും കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, എനിക്ക് രക്ഷപ്പെടണം. ആ സമയത്ത് ഞാനൊരു സ്വരം കേൾക്കുകയാണ്, നീ എനിക്ക് വിലപ്പെട്ടവളും അമൂല്യയും പ്രിയങ്കരിയുമാണ്. ഹല്ലേലൂയ. ഐസിയ 43:4. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനീയനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അത് പറയുകയാണ്, നീ എനിക്ക് വിലപ്പെട്ടവനാണ്, ബഹുമാനാണ്, പ്രിയങ്കരനാണ്. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞ്, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനീയനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ വാൾ കേൾക്കുന്ന ഈ സ്വരമാണ് കർത്താവിൻ്റെ സ്വരം. നീ എനിക്ക് വിലപ്പെട്ടവളാണ്. പ്രിയപ്പെട്ടവരെ, സ്ത്രീ പറയുകയാണ്, എനിക്കൊരിക്കലും പാപം ചെയ്യേണ്ട. ഞാനത് പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഒരിക്കലും പാപം ചെയ്യില്ല, മരിക്കേണ്ടതിന് പാപം ചെയ്യില്ല.
എൻ്റെ പാപം ഞാൻ ഉപേക്ഷിക്കുകയാണ്, എനിക്കിനി ഈശോയെ മതി, എനിക്ക് ആ സ്നേഹത്തിൽ ജീവിച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. സ്നേഹം തൊട്ടപ്പോൾ the perfect love, when she was touched by the perfect love, she decided to change her life. She wanted to lead a holy life. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൻ്റെ കുറവ് കൊണ്ട് നമ്മൾ പാപത്തിൽ വീണു പോവുകയാണ്. ആ സ്നേഹം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പാപത്തെ ജയിക്കാൻ സാധിക്കും, നമുക്ക് ലോകത്തെ ജയിക്കാൻ സാധിക്കും. ഹല്ലേലൂയ.